ഗായ്സ്, വെൽക്കം ബാക്ക് ടു അതുൻ കുഞ്ഞു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വിഷുവിൻ്റെ കണി ഒരുക്കുന്ന വീഡിയോ ആയിട്ടാണ്. വിഷു കഴിഞ്ഞിട്ടിപ്പോൾ 2-3 ആഴ്ച ആയെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ ക്ഷമിക്കൂ, എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. എക്സാമൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞ്. വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം നേരെ ക്ലാസ്സിൽ പോയേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. ഗൈസ്, ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വിഷുവിൻ്റെ കണിയൊരുക്കങ്ങളൊക്കെ കണ്ടല്ലോ. എങ്ങനെയുണ്ട്? അച്ഛനാണ് ഈ പ്രാവശ്യം മെയിനായിട്ട് നിന്ന് കണി ഒരുക്കുന്ന ആൾ കേട്ടോ. ഈ ചക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ പറമ്പിലുണ്ടായത്, അതായത് അമ്മയുടെ പറമ്പിലുണ്ടായ ചക്ക കേട്ടോ. അവിടെ നിന്ന് അത് പറിച്ചുകൊണ്ട് വന്നതാണ്. കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അതും പറമ്പിൽ നിന്ന് പറിച്ചതാണേ. പിന്നെ അത് ആ മഞ്ചാടിക്കുരും അതിനകത്തൊരു കുഞ്ഞു കഷ്ണം കണ്ടോ, നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിച്ചതാട്ടോ അവിടെ നിന്ന്. പിന്നെ അതാ ഒരു നമ്മുടെ രാമായണം വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുണ്ട്, പിന്നെ കുറച്ച് ധാന്യങ്ങൾ വെച്ചിട്ടുണ്ട്, നെല്ല് വെച്ചു, പിന്നെ തേങ്ങ, വാൽക്കണ്ണാടി, പിന്നെ സ്വർണം വെച്ചു, പിന്നെന്താ നമ്മൾ വിളക്ക് വെച്ചിട്ടുണ്ട്. വിളക്ക് നമ്മൾ രാവിലെ കത്തിക്കുന്നത്. പിന്നെ ഞാൻ കെട്ടിയ മാല കേട്ടോ, ഞാൻ ഇരുന്ന് കെട്ടുമായിരുന്നു അവിടെ മാല. അപ്പോൾ മുല്ലപ്പൂ വീട്ടിലുണ്ടായതാണ്. മുല്ലപ്പൂവും റോസാപ്പൂ ഒക്കെ വീട്ടിലുണ്ടായതാണ്. പക്ഷേ മുല്ലപ്പൂ അല്ലെങ്കിൽ കുറേ കിട്ടാറുള്ള, എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ മെയിൻലി അമ്മയുടെ വീട്ടിൽ പോയത് ഈ കണിക്കൊന്ന വാങ്ങാനായിരുന്നു. കണിക്കൊന്ന അവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് കുറേ പറിച്ചിട്ട് വന്നു. മൊത്തം മറ്റേ പുളിയുറുമ്പായിരുന്നു. നല്ല കടി കിട്ടി, എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ പറിച്ചു, അത് കുറച്ച് വീട്ടിൽ തൂക്കി. പിന്നെ ബാക്കിയുള്ള പൊഴിഞ്ഞു പോയതൊക്കെ എടുത്ത് അച്ഛനും ഞാനും കൂടി വിളക്കിൻ്റെ ചുറ്റുമായിട്ട് ഇട്ടങ്ങോട്ട് അലങ്കരിക്കാമെന്ന് വിചാരിച്ചു. ഇനി കലാപരിപാടിയാണ്. മൊത്തം നമ്മുടെ കണിക്കൊന്ന എടുത്ത് തൂവിയിട്ടുണ്ട്. ഒരു ആർത്ത് ഉല്ലസിച്ച് നിൽക്കുന്ന കണിക്കൊന്ന പോലെയാണ് എൻ്റെ കണി ഞാൻ ഒരുക്കിയേക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കണി? കൊള്ളാവൂ? പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.